ഒരു യൂണിറ്റ് ഇല്ല. അത്രയും ആളുകളുണ്ടായി. അൽഹംദുലില്ലാഹ്, ഈ ജനങ്ങൾ ഇവിടെ ജനനിപുറ്റമായി. എന്തുകൊണ്ട്? ഇത് ഹക്കാണ്, സത്യമാണ്. ഈ സത്യം ഇവിടെ എന്നും നിലനിൽക്കും. ലാ തസാലു ഖായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം എപ്പോഴും നിലനിൽക്കും, സത്യത്തിന്റെ മേൽ നിലനിൽക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പാർട്ടിയായി നമ്മളിവിടെ നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ആയുസ് മുഴുവനും ഇതിനു വേണ്ടിയാവണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതിനാൽ നമ്മുടെ SYSന്റെ 60ാം വാർഷിക സമ്മേളനം ഇന്നു മുതൽ, നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ നിങ്ങളെ ഹൃദയത്തിലിരിക്കട്ടെ, നിങ്ങളെ പ്രവർത്തനത്തിലുണ്ടാവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരുപാട് സമ്മേളനങ്ങളുണ്ട്. അതിലൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ ഇതിൻ്റെ പ്രചരണമായിക്കോട്ടെ. ഡിസംബറിൽ മർക്കസിന്റെ സമ്മേളനമുണ്ട്. അതിന്റെ പ്രചരണം ഈ സമ്മേളനത്തിന്റെ പ്രചരണമാവട്ടെ. നാളെ 26, 27 SMA പ്രതിനിധി സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്നു. അതും SYSന്റെ 60ാം വാർഷികത്തിന്റെ പ്രചരണമാവട്ടെ. അങ്ങനെയെല്ലാം നമ്മുടെ സ്ഥാപനത്തിന്റെ ദാറുൽ ഫലാഹ് വയനാട്ടിലെ നമ്മുടെ സ്ഥാപനം, കേന്ദ്രമായ സ്ഥാപനം, അതിന്റെ സമ്മേളനമുണ്ട്. അതും നമ്മുടെ SYSന്റെ പ്രവർത്തനം തന്നെ. അതുകൊണ്ട് ഒരു സമ്മേളനവും ഒരു പ്രവർത്തനവും ഈ സമ്മേളനത്തെ തടസ്സപ്പെടുത്തുകയില്ല. പിന്നെ മറ്റൊന്ന്, നമ്മുടെ മുഅല്ലിമീങ്ങളോട് എനിക്ക് വലിയ ഒരു കൃതജ്ഞത പറയാനുണ്ട്. മുഅല്ലിമീങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. ഏതായാലും നമ്മുടെ മുഅല്ലിം സുഹൃത്തുക്കൾ ഈ കാണുന്ന ഇതിലും അധികം മുഅല്ലിമീങ്ങളെ തന്നെ സംഘടിപ്പിക്കാനുണ്ട് നമുക്കിവിടെ. അവര് സംഘടിക്കാനും അവരൊരു സമ്മേളനം നടത്താനും തീരുമാനിച്ചതായിരുന്നു. ജനുവരിയിൽ. പക്ഷേ അതിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്ത് സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ആ മുഅല്ലിമീങ്ങൾ മാത്രം എന്തായിരുന്നു കഴിഞ്ഞ കൊല്ലം പാലക്കാട്ടൊക്കെ ഒരുമിച്ച് കൂടിയത്, ഇതുപോലുള്ള വലിയ സദസ്സ് മുഅല്ലിമീങ്ങൾ മാത്രം ഒരുമിച്ച് കൂടി. അങ്ങനെയുള്ള ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് മുഅല്ലിമീങ്ങളുടേത് ഉണ്ട്. അതിന്റെ ആമുഖമായി ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉദ്ദേശിച്ചതിനും അപ്പുറം ഒരു വിജയിക്കും. അത് ഒരു മാസം അങ്ങോട്ട് പിന്തിച്ചുകൊണ്ട് SYSന്റെ 60ാം വാർഷികം കഴിഞ്ഞതിന്റെ ശേഷം ആവാമെന്ന് അതിന്റെ നേതാക്കളൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ മുഅല്ലിമീങ്ങൾക്കും അത് സമ്മതമാണ് എന്ന നിലക്ക് ആ മുഅല്ലിമീങ്ങളോട് എന്റെ അതിയായ സന്തോഷം അറിയിക്കുകയും, അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണോ നേതൃത്വം സ്വീകരിക്കുന്നത്, തീരുമാനിക്കുന്നത്, അത് നടപ്പിലാക്കാനും പ്രവർത്തിക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് അഭിപ്രായ വ്യത്യാസമില്ലാതെ നിൽക്കുന്ന, അംഗീകരിക്കുന്ന മുഅല്ലിമീങ്ങളും മുദർരിസീങ്ങളും ഉസ്താദുമാരും എല്ലാമാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാഹ്. ഇതിപ്പോ മുഅല്ലിമീങ്ങളെ സമ്മേളനം കാണുമ്പോൾ അതും നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. SYSന്റെ സമ്മേളനത്തോടനുബന്ധിച്ച്
ഒരു മുത്തല്ലിം സമ്മേളനം തന്നെ സംബന്ധിക്കാൻ ഇപ്പോൾ സ്ഥലം പോരായ നമുക്ക്. ഒരു മുത്തല്ലിം സമ്മേളനം കൂട്ടാൻ വരെ യഥാർത്ഥത്തിൽ സ്ഥലം ഇല്ലാത്ത അവസ്ഥയാണ്. അത്രയും അധികം ആളുകൾ ഉണ്ട്. സംശയം വേണ്ട, സംശയം വേണ്ട. അല്ലാഹു തആല ചെയ്ത നിഅമത്താണ്. അങ്ങനെ മുത്തല്ലിം സംഗമം, മുഅല്ലിം സംഗമം, മുദർരിസുമാരുടെ സംഗമം, ഇതെല്ലാം ഉണ്ടാകും. എല്ലാം നാം സ്വീകരിക്കുകയും ഒന്നിനെ ബുദ്ധിമുട്ടിക്കുകയില്ല. തീർച്ചയായും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ യസ്സിറ വരാത്ത അസ്സിറ, നിങ്ങൾ എളുപ്പം ചെയ്തു കൊടുക്കണം, ഞെരുക്കുണ്ടാക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീന്റെ യോഗം അങ്ങോട്ട് പിന്തിച്ചത്. അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ 3 എണ്ണമായിപ്പോയാൽ അപ്പോൾ യസ്സിറ എന്നുള്ളത് ഉണ്ടാവില്ല, കുറച്ച് ബുദ്ധിമുട്ടായി പോകും. അപ്പൊ ബുദ്ധിമുട്ടാവരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹദീസ് നമ്മുടെ മുഅല്ലിമീങ്ങൾ ഉസ്താദന്മാരൊക്കെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അതൊന്ന് അങ്ങോട്ട് മാറ്റിയത്. അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം എല്ലാം എളുപ്പമാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടികൾ നടക്കും. SYSന്റെ 60ാം വാർഷിക സമ്മേളന പ്രഖ്യാപനം നടത്തുകയാണ്. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം നമ്മുടെ മഹല്ലത്തുകളിലെല്ലാം പ്രചരിപ്പിക്കണം. അതിന്റെ മദ്രസകൾ നമ്മുടെ മഹല്ലത്തുകളിലെല്ലാം ഉണ്ടാക്കണം. വലൗ വഹദി എന്ന് പറഞ്ഞതുപോലെ ഒരു കുട്ടിയാണെങ്കിലും തുടങ്ങുന്ന മദ്രസ, അപ്പൊ 6 മാസം കഴിയുമ്പോൾ 100 കുട്ടിയാവും. അത് നമ്മുടെ പാഠപുസ്തകത്തിന്റെ നന്മ അതാണ്, നമ്മുടെ സിലബസിന്റെ നന്മ അതാണ്. നമ്മുടെ പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഇങ്ങനെ കിണറ്റുള്ള തവളിനെ പോലെ കിടക്കല്ല നമ്മുടെ ബോർഡ്. നമ്മുടെ ബോർഡ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായ നിരക്ക് നടക്കുകയാണ്. ആ ബോർഡ് 7 ഭാഷയിൽ, സാന്ദർഭികമായി ഞാൻ പറയട്ടെ ഒരു 2 വാക്ക്. 7 ഭാഷയിൽ നമുക്ക് പാഠപുസ്തകമുണ്ട്. മലയാളം, അറബി മലയാളം, അറബി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഉറുദു, ഇങ്ങനെ 7 ഭാഷയിൽ ഇന്ന് നമ്മുടെ മദ്രസ പാഠപുസ്തകം ഉണ്ട്. അത് കോഴിക്കോട്ടല്ല, ഡൽഹി. ആർക്ക് വേണമെങ്കിലും അഡ്രസ് അൻസാരി റോഡ്, ദറിയാഗഞ്ച്, ഗട്ട മസ്ജിദ്, ഡൽഹി. പോയി നോക്ക്. വലിയ ബുക്കെടുപ്പോ അവിടെ ഉണ്ട്. 7 ഭാഷയിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവനും നമ്മുടെ മദ്രസകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അംഗീകരിക്കപ്പെട്ട മദ്രസകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരംഭിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി എന്റെ പ്രവർത്തകരോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങൾ, കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു മഹാസമ്മേളനത്തിന്റെ പ്രഖ്യാപനമാണ് നടക്കാനിരിക്കുന്നത്. മഹത്തായ ആ പ്രഖ്യാപനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അറിയിക്കുന്നു. സമ്മേളനം 4 വരികളിലായിക്കൊണ്ടാണ് ഉസ്താദിന്റെ പ്രഖ്യാപനം നടക്കുന്നത്. ഓരോ വരിയും ഉസ്താദ് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ആവേശത്തോടുകൂടെ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് സമ്മേളനത്തെ, കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അറിയിക്കുന്നു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലിക്കോട്ടെ. SYS 60ാം വാർഷിക സമ്മേളനം. അല്ലാഹു അക്ബർ. നഗരി താജുൽ ഉലമാ നഗർ. അല്ലാഹു അക്ബർ. പ്രമേയം സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം. അല്ലാഹു അക്ബർ. കാലം 2015 ഫെബ്രുവരി 27, 28, മാർച്ച് 1. സ്ഥലം മലപ്പുറം ജില്ല. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനം ആ നിശ്ചയിച്ച തീയതിക്ക് നടക്കും. അല്ലാഹു അത് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്സത്തോടെ നടത്താൻ അർഹമർ റഹീമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. SYS ജിന്ദാബാദ്. SYS ജിന്ദാബാദ്. 60ാം വാർഷികം ജിന്ദാബാദ്. 60ാം വാർഷികം ജിന്ദാബാദ്. താജുൽ ഉലമാ നഗർ ജിന്ദാബാദ്. താജുൽ ഉലമാ നഗർ ജിന്ദാബാദ്. സമ്മേളനത്തിന്റെ ഇനി പ്രസംഗം ഇരിക്കുക. ഇനിയും പേരുടെ ബ്രഹ്മൻ സക്കാഫി അടക്കം പലരും, ജലീൽ സക്കാഫി, എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. ഇടയ്ക്ക് സക്കാഫികളോട് മാത്രം ഒരു വിവരം പറയുന്നു. കത്ത് അയക്കാൻ കഴിയാത്തതുകൊണ്ട് ജൂൺ 7-ാം തീയതി ശനിയാഴ്ച സഖാഫി സംഗമവും ഖത്മുൽ ബുഖാരി സദസ്സും മർക്കസിൽ സംഘടിപ്പിക്കുന്നു. അതിന് സഖാഫി സംഗമത്തിൽ എല്ലാ സഖാഫികളും പങ്കെടുക്കണം. ഖത്മുൽ ബുഖാരി വൈകുന്നേരം 4 മണിക്ക്, അതിനുശേഷം മഗ്രിബിന് ശേഷം ദൗറത്തുൽ ഖുർആൻ എന്ന ഒരു പ്രത്യേകമായ പരിപാടി. അത് രണ്ടിനും പൊതുജനങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സദസ്സിന് തന്നെ സഹായം ചെയ്തിട്ടുള്ള ജിദ്ദ ICF, അതുപോലെ കടവത്തൂരിലെ കാക്കേരി ആയിഷ എന്ന ഒരു സ്ത്രീ ഇന്നലെ മരണപ്പെട്ടു പോയി. നമ്മളെ വളരെ സഹായിക്കുന്നവരാണ്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി പലരും സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, കാശ് തന്നിട്ടുണ്ട്, എല്ലാവിധ ഒത്താശകളും ചെയ്തു തന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അർഹമുർ റഹീമായ അല്ലാഹു അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. അതിന്റെ ഇടയ്ക്ക് ഒരു ദുആന്റെ മുമ്പ് ഒരു ചെറിയ പരിപാടി, ദാറുൽ ഫലാഹ് വയനാട്ടിലെ ഒരു സ്ഥാപനമാണല്ലോ, ആ സ്ഥാപനത്തിൽ പുതുതായി ഒരു ഹിഫ്ളുൽ ഖുർആൻ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ ഫോം നമ്മുടെ ക്രാജിൻ്റെതാണെന്നില്ലേ? ആ
ദാറുൽ ഫലാഹ് ഹിഫ്ളുൽ ഖുർആൻ കോളേജ്. അല്ലാഹു അക്ബർ. മാംസം തന്ന സത്താർ ഹാജി, അരി തന്ന ആളുകൾ, കാശ് തന്നവർ, ഈ സ്ഥലം അനുവദിച്ചു തന്നവർ, അങ്ങനെ വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും അർഹമുർ-റഹീമായ അല്ലാഹ് നീ നിന്റെ പൊരുത്തം പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബേ, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഞങ്ങളുടെ പ്രവർത്തകരും ഇവിടെ വന്നെത്തിയ എല്ലാ ആളുകളെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടുത്തെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ആളുകളൊക്കെ വന്നത്. ഈ ബുദ്ധിമുട്ട് നീ അറിയുന്നവനാണ്. എല്ലാ വിഷമങ്ങളും സഹിച്ച് ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും ദോഷം പുറത്തു തരണേ അല്ലാഹ്. നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നവർ, ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളെ പ്രിയം വെക്കുന്നവർ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അതുപോലെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, ഞങ്ങൾ എല്ലാവരുടെയും ഉസ്താദ് അടക്കം അവേലത്ത് തങ്ങൾ, ഫസൽ തങ്ങൾ, ജമലുല്ലയിൽ തങ്ങൾ, ഹുസൈൻ ശിഹാബ് തങ്ങൾ തുടങ്ങി നമ്മുടെ സയ്യിദന്മാര്, ഒരുപാട് സയ്യിദന്മാര് അടുത്ത കാലത്ത് മരിച്ചുപോയി. കൊണ്ടൊരു ഉസ്താദ് ഒക്കെ ഇത് പരിപാടി ഉണ്ടെങ്കിലും മുന്നിലുണ്ടാകുമായിരുന്നു. അങ്ങനത്തെ ആ ഉസ്താദുമാര്, അവർക്കെല്ലാവർക്കും അർഹമുർ-റഹീമായ റബ്ബേ നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ, അങ്ങനെ സയ്യിദന്മാർ, അവരുടെ എല്ലാവരുടെയും മരണപ്പെട്ടു പോയവരുടെ ദർജന നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അടക്കം ഞങ്ങളുടെ ഉലമാക്കൾക്ക്, ഞങ്ങളുടെ സയ്യിദന്മാർക്ക് എല്ലാവർക്കും നീ ഇസ്സത്തും ദീർഘ ആയുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. നീ നൽകണേ അല്ലാഹ്. ഈ കാണുന്ന ജനങ്ങളൊന്നും വേറെ ഭൗതികമായ യാതൊരു നേട്ടവും കണ്ടുവന്നവരല്ല. നിന്റെ ദീനിന്റെ ഇസ്സത്തിന് വേണ്ടി മാത്രം, നിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം സ്വന്തം കാശ് ചെലവ് ചെയ്ത് സമയം ചെലവഴിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് വന്നിട്ടുള്ളവരാണ്. ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്താത്ത അത്രയും ദൂരമുള്ള ഈ നിറഞ്ഞു കിടക്കുന്ന ജനങ്ങൾ. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നീ പറഞ്ഞു നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവരെയും രോഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, വെള്ളപ്പാണ്ട്, കുഷ്ഠവ്യാധി തുടങ്ങി പറയാൻ കഴിയാത്ത അത്രയും വലിയ വലിയ പുതിയ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹ്, ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും എല്ലാം നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അതിൽ നിന്നെല്ലാം കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നീ സഹായം നൽകണേ അല്ലാഹ്. ഇവിടെ ഭക്ഷണം കൊടുക്കാൻ മാംസം തന്നവരും അരി തന്നവരും കാശ് തന്നവരും എല്ലാ ആളുകൾക്കും നീ നിന്റെ റഹ്മത്ത് ചൊരിക്കണേ അല്ലാഹ്. റഹ്മാനേ, വൈകുന്നേരം മഴ വന്നു, മഴ പെയ്തു, ഞങ്ങളെല്ലാവരും പേടിച്ചു. നീ ഇനിയും മഴ നിർത്തി വെച്ച് അല്പസമയം നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ സദസ്സ് മോശമാകുമെന്ന് ഞങ്ങളെല്ലാവരും ദാറുൽ ഫലാഹിൽ ഇരിക്കുന്ന സമയത്ത് ദുആ ചെയ്തു. അർഹമുർ-റഹീമായ റബ്ബേ, നീ ആ ദുആ സ്വീകരിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ
ഈ പരിപാടി നടത്താൻ മഴ നീ നിർത്തിത്തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മഴ തരുകയും ആവശ്യമുള്ള സമയത്ത് നിർത്തിത്തരുകയും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾ ചെയ്യുന്ന ശുക്ർ എത്രയോ കുറവാണ് അല്ലാഹ്. എങ്കിലും നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ പ്രിയം വെക്കുന്നു. മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സർവ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. സർവ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവർക്ക് എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുമൊക്കെ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ജോലിയില്ലാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവർക്കെല്ലാം നീ നല്ല ജോലി കൊടുക്കണേ റഹ്മാനേ. അവിവാഹിതർക്ക് നല്ല ഇണകളെ നൽകണം റഹ്മാനേ. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവത്തിലൂടെ നല്ല മക്കളെ കൊടുക്കണം റഹ്മാനേ. നല്ല മക്കളെ കൊടുക്കണം റഹ്മാനേ. അർഹമുർ റഹീമേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങളുടെ ഈ സദസ്സിലേക്ക് നീ തിരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും അവിടുത്തെ തിരുനോട്ടം ഉണ്ടാക്കി തരണേ അല്ലാഹ്. യാ സാഹിബൽ വഖ്ത് ജബ്ഹതുനാ തഹ്ത ലിആലികും ലഇദു ബികും ലിയാമതൻ ലഹും യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ജബ്ഹതുനാ തഹ്ത ലിആലികും فانظروا إلينا يا رسول الله. അർഹമുർറഹീമായ അല്ലാഹ്, അവിടുത്തെ ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് തിരിച്ചു തരണം റഹ്മാനേ. ഒരു സെക്കൻഡ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെറുപ്പ് ഇല്ലാത്ത കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. നിന്റെ റഹ്മത്തിന്റെ നോട്ടവും ഞങ്ങൾക്ക് ഉണ്ടാവണേ അല്ലാഹ്. നിന്റെ ഗളബിന്റെ നോട്ടവും ഒരിക്കലും ഞങ്ങളിലേക്ക് ഉണ്ടാവല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹക്ക് പറയാനും ഹക്ക് പ്രവർത്തിക്കാനും എല്ലാ ആരോഗ്യവും മനക്കരുത്തും ഇനിയും ഏറ്റിത്തരണം റഹ്മാനേ. ഞങ്ങളെ ഹിമ്മത്ത് നീ കുറക്കല്ല അല്ലാഹ്. ഞങ്ങൾക്ക് ഹിമ്മത്ത് മനക്കരുത്ത് ഏറ്റിത്തരണം റഹ്മാനേ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാഹ് കൊണ്ട് മുഴുവൻ അമ്പിയാവ് ഔലിയാവ് സ്വാലിഹീങ്ങളെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മശായിഖന്മാരും ഉസ്താദുമാരുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇൽമുകളും അമലുകളും എല്ലാം നീ നാഫിയാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ കൊണ്ട് പഠിക്കുന്നവരെ നീ നല്ലവരാക്കണേ റഹ്മാനേ. നീ അവർക്കെല്ലാവർക്കും നല്ല നാഫിയായ ഇൽമു കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾ ഇന്ന് ആരംഭിച്ചിട്ടുള്ള ഈ സമ്മേളനം നീ ശരിയായ നിലക്ക് പൂർത്തിയാക്കി തരണം റഹ്മാനേ. اللهم ما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فضممه لنا بأكمل الوجوه وأصوبها فإنك على كل شيء قدير وبالإجابة جدير. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السعودية دعوة كوليج വിദ്യാർത്ഥിയും കുട്ടി SSFന്റെ സഹോദരന്മാർ കുട്ടി ആക്സിഡന്റിൽ മരിച്ചുപോയി. അല്ലാഹു തആല കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ.
അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ കോട്ടത്തറ എന്നൊരാള് നമ്മുടെ ദാറുൽ ഫലാഹ് അതിനുവേണ്ടി സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കട്ടെ. ഇനിയും ദാറുൽ ഫലാഹിനെ എല്ലാവരും സഹായിക്കണം. അൽഹംദുലില്ലാഹ് അള്ളാഹു തൗഫീഖ് കിട്ടെ. ഇനിയും പരിപാടിയുള്ളതുകൊണ്ട് സംഭാവനയിലേക്ക് തിരിയുന്നില്ല. ഇതാണ് അത് നേരത്തെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴല്ലേ വെളിച്ചത്ത് വന്ന് അപ്പൊ അത് വെച്ചിട്ട് ഈ കാണുന്ന ബോർഡ് SYS 60ാം വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാഹ് അതങ്ങനെ തന്നെ എല്ലാവരും എഴുതി വെക്കും, സംശയം വേണ്ട. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അറുപതാം വാർഷിക സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ട കർമ്മ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈളി സംസാരിക്കുന്നു. അതിനുശേഷം സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണം നടക്കും. എല്ലാവർക്കും ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കൈകളിൽ എത്തിച്ചേരും എന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈളിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസിൻ ബില്ലാഹി അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യരായ പ്രസിഡന്റ് മൗലാന MA ഉസ്താദ് അവറുകൾ മഹാനവറുകൾക്ക് ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഈ പരിപാടിക്കും നമ്മുടെ സമ്മേളനത്തിനും അവിടുന്ന് ആശംസ അർപ്പിച്ച് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കും. ആരംഭിച്ച മഹത്തായ പുരസ്കാരം അത് സ്വാധികാരികളുടെ ആദരിക്കും. അതിനുശേഷം മഹാസംഭവിക്കുന്ന മഹാന്മാർക്ക് നിസ്സാരം 10 റസൂലുകൾ നൽകുകയും ആഖിറത്തിൽ തൗഹീദ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വ്യവസായ ആദർശം ജനങ്ങളിലേക്ക് പ്രചരിക്കുകയും ജനങ്ങളെ സംസ്കരിക്കുകയും ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മഹത്തായിരിക്കുന്ന ഈ സംഘടന 60 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതെന്ന് പ്രവർത്തകന്മാർ ഓർമ്മിക്കണം, അനുസരിക്കണം. ആ പ്രാസം അനുസരണം നമുക്ക് വ്യാപിക്കുന്നു എന്നുള്ളതിൽ അങ്ങേയറ്റം സന്തോഷം ഉള്ളൂ. അതിനുള്ള നിലനിർത്തുകയും അത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഭാവി വരാൻ പോകുന്ന സമുദായത്തിന് മാതൃകയാണ് അറിവിക്കും എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ സ്വീകരിക്കുന്ന നമ്മുടെ മഹാന്മാരായിരിക്കുന്ന ആരോഗ്യങ്ങളും സഹസ്യങ്ങളും അസാഹിത്യങ്ങളും കൂടി നമ്മുടെ ഹൃദയത്തിൽ ക്ഷണിച്ചു കൊടുക്കുമാറാകട്ടെ. ആരെയും എല്ലാം ഞങ്ങളെല്ലാം ഈ പ്രാവിന്റെ ആത്മഹത്യ ഉണ്ടായി തീർക്കാൻ പ്രത്യേകം ലക്ഷ്യത്തിനൊന്നും